കേന്ദ്ര സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച കോഴിക്കോട് പാലാഴി സ്വദേശി PA രാധാകൃഷ്ണനെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തിന്റെ ചിത്രവും ശബ്ദവും നിർമ്മിച്ചാണ് തട്ടിപ്പിനിരയാക്കിയത്. വാട്സപ്പ് വീഡിയോ കോൾ വഴി ബന്ധപ്പെട്ട് ആശുപത്രി ചിലവിനായി ആവശ്യപ്പെട്ടത് 40,000 രൂപ പണം നൽകി. തൊട്ടടുത്ത മിനിറ്റിൽ വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് സംശയങ്ങളുടെ തുടക്കം. കാലതാമസം വരുത്താതെ സൈബർ പോലീസിൽ പരാതി നൽകി. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിൽ നിന്നാണ് തമിഴ്നാട് സ്വദേശിയും ഇപ്പോൾ ഹൈദരാബാദിൽ സ്ഥിരതാമസക്കാരനുമായ പ്രശാന്തിന് വിലങ്ങിടാൻ പോലീസിനായത്. ഇതോടെ തട്ടിപ്പ് സംഘത്തിലെ മുഴുവൻ പേരും അറസ്റ്റിലായി. തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ്, ആനിമേറ്റിംഗ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ഫോൺ പ്രശാന്തിൽ നിന്ന് കണ്ടെടുത്തു. ഇതിൽ നമ്മുടെ ഈ കേസിലെ ടോട്ടൽ 5 പേര് നമ്മുടെ ഇൻവോൾവ് ഉണ്ടായിരുന്നു. നമ്മൾ 5 പേര് പല രാജ്യങ്ങളുടെ ഗോവയിൽ പോയിട്ട്, ഗുജറാത്തിൽ പോയിട്ട്, മഹാരാഷ്ട്രയിലെ ഹൈദരാബാദിൽ പോയിട്ട് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കേസിലെ നമുക്ക് സാധാരണ പല ആൾക്കാരിൽ പല റോളുണ്ട്. മഹാരാഷ്ട്ര സ്വദേശികളായ അമരീഷ് അശോക് പാട്ടീൽ, സിദ്ധേഷ് ആനന്ദ് കർവെ, ഗുജറാത്ത് അഹമ്മദാബാദുകാരൻ കൗശൽ ഷാ, ഷെയ്ഖ് മുർത്തസ ഹയാത്ത് എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികൾ. മറ്റൊരു കേസിൽ ഡൽഹി ജയിലിൽ കഴിയുന്നതിനിടെയാണ് കൗശൽ ഷായെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിപ്പിനുപയോഗിച്ച ഗൂഗിൾ പേ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കൗശൽ ഷായുടേതായിരുന്നു. കഴിഞ്ഞ ജൂലൈയിലാണ് രാധാകൃഷ്ണനെ പ്രതികൾ തട്ടിപ്പിനിരയാക്കിയത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.